സാർ, ചൈനയെ ശത്രുവായി കണ്ടിരുന്ന UK നയത്തിൽ വലിയ വ്യതിയാനങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ബിസിനസ്, അതായത് വ്യവസായവുമായി ബന്ധപ്പെട്ട മന്ത്രി, ഉദ്യോഗ സ്ഥലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ തന്നെ ചൈനയിലേക്ക് സന്ദർശനം നടത്തുന്നു. എന്തെങ്കിലും തമ്മിലൊരു കൂട്ടുകെട്ട് രൂപപ്പെട്ടു വരികയാണോ? ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവിടെ രണ്ടുപേര് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായിട്ട് സന്ദർശനം നടത്തി കഴിഞ്ഞു. ഒന്ന് മറ്റേ സൈനിക മേധാവി ബ്രിട്ടൻ്റെ സർ ടോണി റഡാക്കിൻ, അദ്ദേഹം പോയി അവിടെ പ്രസംഗങ്ങൾ, അവിടുത്തെ സേനാ മേധാവികളുമായിട്ടുള്ള സംഭാഷണം, പിന്നെ സൈനിക സഹകരണം ചൈനയായിട്ട്, ഇതിനു വേണ്ടിയിട്ടാണല്ലോ. അതും 10 കൊല്ലം കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സന്ദർശനം അവിടെ ഉണ്ടായിട്ടില്ല. 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ വാണിജ്യമന്ത്രി ഡോഗ്ലസ് അലക്സാണ്ടർ, അദ്ദേഹം ഏതാണ്ട് ഈ ദിവസങ്ങളിൽ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സന്ദർശനങ്ങൾ രണ്ടും, പ്രത്യേകിച്ച് ഡോഗ്ലസ് അലക്സാണ്ടറുടെ വാണിജ്യമന്ത്രിയുടേത്, ഒട്ടും പരസ്യപ്പെടുത്താത്തതാണ്. ചൈനയോ ബ്രിട്ടനോ അവരുടെ ഔദ്യോഗിക മറ്റേ വിജ്ഞാപനങ്ങൾ ഉണ്ടാവുമല്ലോ, വെബ്സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിക്കുമല്ലോ, അങ്ങനെ ഒരു സംഭവമേ എൻ്റെ അകത്തുണ്ടായിരുന്നില്ല. ഈ വാണിജ്യമന്ത്രി ഡോഗ്ലസ് അലക്സാണ്ടർ രഹസ്യമായി അവിടെ ചെന്നത് മണത്തറിഞ്ഞിട്ട് ഗാർഡിയൻ ആണ് ആ വിവരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനൊരു സന്ദർശനം കൂടി നടന്നിട്ടുണ്ട്. ജനുവരിയിൽ ചാൻസലർ ഓഫ് എക്സ്ചക്കർ എന്ന് പറഞ്ഞാൽ ധനകാര്യം മന്ത്രി എന്നൊക്കെ പറയാവുന്നതാണ് ചാൻസലർ ഓഫ് എക്സ്ചക്കർ എന്ന് അവിടെ പറയുന്നത്. അവരും സന്ദർശനം നടത്തിയിരുന്നു. റേച്ചൽ റീവ്സ് മറ്റേ ചൈനയിൽ പോയിരുന്നു. അപ്പോൾ ധാരാളം ആളുകൾ, ഈ വലിയ വൻതോക്കുകൾ, മന്ത്രിമാരും സേനാ മേധാവിയും ഒക്കെ അല്ലാത്ത ഉദ്യോഗസ്ഥരുമൊക്കെ നിരന്തരം അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ അമേരിക്കയുടെ താരിഫ് ഭീഷണി ചൈനയ്ക്ക് അതിഭീകരമായിട്ടുണ്ട് അല്ലേ. 145% ഇപ്പോൾ. 145% 25% ബ്രിട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് പേടിയില്ല എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ കാര്യങ്ങൾ ചൈന നോക്കിക്കോളാം, കാരണം ഇങ്ങനൊരു ഭീഷണി വരും എന്നറിഞ്ഞുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഈ താരിഫ് പ്രഖ്യാപനം ചൈനയ്ക്കെതിരെ മാത്രമായിരുന്നോ, ബാക്കിയുള്ളത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സംശയമുണ്ട്. ചൈനയെ കുടുക്കി, ചൈനയുമായിട്ട് അനുകൂലമായിട്ടുള്ള വിയറ്റ്നാം, ഇങ്ങനത്തെ തായ്ലൻഡ്, കംബോഡിയ, ഇതിനെയൊക്കെ പിടിച്ചിട്ട് പേടിപ്പിക്കുക, എന്നിട്ടൊരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക. ഇപ്പം എല്ലാവരും ഇനി ചിലതിലൊക്കെ കുറയ്ക്കാൻ തയ്യാറാവുമല്ലോ. അപ്പോൾ ആ പ്രോസസ്സും നടക്കും. അപ്പോൾ അതുമാത്രമല്ല, പ്രശ്നം വന്നത് ട്രഷറി ബോണ്ടുകളില്ലേ, അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ. മറ്റേ ജപ്പാൻ 1.25 ലക്ഷം കോടി മറ്റേ ഡോളർ ഇത് ട്രഷറി ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ. 78,000 മറ്റേ ബില്യൺ ഡോളർ, മറ്റേതും അതേ ബില്യണാണ് മറ്റേ ജപ്പാൻ്റെ പറഞ്ഞതും. ചൈനയും 78,000 ബില്യൺ ഡോളർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഏതാണ്ട് 23,000 ബില്യൺ ഡോളർ നമ്മൾ ട്രഷറി ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ താരിഫ് പ്രശ്നം ഉണ്ടായല്ലോ, അപ്പോൾ ട്രഷറി ബോണ്ടിന് പലിശ കൂടുതൽ വന്നു, 0.5%. അപ്പോൾ ട്രഷറി ബോണ്ട് കയ്യിലുള്ള ആളുകൾ അത് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അമേരിക്കയ്ക്ക് ട്രഷറി ബോണ്ടിൽ അമേരിക്കയ്ക്ക് വലിയ കടമുണ്ട് ഈ പുറത്ത്. അപ്പോൾ ഈ കടം ഒക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത് ട്രഷറി ബോണ്ടിൽ വേറെ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക വെച്ചിട്ടാണ്. അപ്പോൾ അത് പിൻവലിച്ചു പോകുമ്പോൾ അമേരിക്കയിൽ വലിയ പ്രതിസന്ധിയാവും. ട്രഷറി പൂട്ടേണ്ട അവസ്ഥ വരും. അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണിത്. അപ്പോൾ ആ പ്രശ്നം കൊണ്ടാണ് ഇതിപ്പോൾ 90 ദിവസത്തെ മരവിപ്പ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അമേരിക്ക പെട്ടുപോകുന്നുള്ളതുകൊണ്ട് അവർ തന്ത്രപരമായിട്ടൊരു മാറ്റം. ഈവൻ അതർവൈസ് ഈ ട്രഷറി ബോണ്ടിലെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ചൈനയും, പ്രത്യേകിച്ച് ചൈന കുറച്ച് കൊണ്ടുവരികയാണ്.
ചൈനയുമായിട്ട് എപ്പോഴും യുദ്ധം ഏത് സമയത്തെന്ന് പറഞ്ഞാൽ ഈ ശീതയുദ്ധം ഉണ്ടല്ലോ. അതെ. അതുകൊണ്ട് ഈ വിത്ത്ഡ്രോ ചെയ്തിട്ട് ട്രഷറി ബോണ്ടിൽ ചൈന വിത്ത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട്. എന്നിട്ട് അവരത് സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് ഈ സെന്റ് കിറ്റ്സ് ഐലൻഡ് ഒക്കെ ഇല്ലേ, ഈ ടാക്സ് ഇല്ലാത്ത ദ്വീപുകൾ, അവിടെ സ്വർണം മേടിച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട്. അപ്പോൾ അമേരിക്ക ഒരു അനിശ്ചിതത്വത്തിൻ്റെ വക്കിലാണെന്നുള്ള തോന്നൽ പല രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അമേരിക്ക കാരണം ബുദ്ധിമുട്ടുന്നതായിട്ട് ബ്രിട്ടനും തോന്നാം, ചൈനയ്ക്കും തോന്നാം. അപ്പോൾ അവർക്ക് തമ്മിൽ സൗഹൃദത്തിലാകാമല്ലോ. ഇൻഡോ പസഫിക് റീജിയനിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു, പുതിയ കൂട്ടായ്മ രൂപപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനെപ്പറ്റി പ്രതിരോധ മന്ത്രാലയം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ സേനാ മേധാവി ടോണി റഡാക്കിൻ്റെ സന്ദർശനത്തിനെ പറ്റി. വാണിജ്യമന്ത്രിയുടെ അത് രഹസ്യമായി വെച്ചതാണല്ലോ. പൊതു ഉത്കണ്ഠയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ചൈനയുമായിട്ട്. ഔദ്യോഗികമായിട്ട് പറയുക, പൊതു ഉത്കണ്ഠയുള്ള വിഷയങ്ങൾ. അപ്പോൾ അമേരിക്കയെ പറ്റിയാണല്ലോ. ഈ അസ്ഥിര ലോകത്ത് ആഗോള താല്പര്യങ്ങളുള്ള ഉത്തരവാദിത്വമുള്ള രാഷ്ട്രങ്ങൾ അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ചൈനയുമായി പരസ്പര സൈനിക വിനിമയം ആവശ്യമുണ്ട്. അതാണ് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത്. കുഴപ്പം പിടിച്ച പ്രസ്താവനയാണ്. സൈനിക സഹകരണം ഉണ്ടാവും, അല്ലാത്ത സഹകരണങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഈ സൈനിക സഹകരണം എന്ന് പറയുന്നതാണ് കുറച്ച് കുഴപ്പം പിടിച്ച കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അമേരിക്കയിൽ നിന്ന് നാറ്റോയ്ക്ക് സൈനിക സഹകരണം പ്രതീക്ഷിക്കണ്ടല്ലോ, വേണ്ട. അപ്പോൾ വേറെ സൈനിക സഹകരണം രൂപപ്പെടണം. അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് 27 അംഗ പ്രതിനിധി സംഘമായിട്ടൊക്കെ വന്നത്. സംഗതികൾ മാറി വരുന്നുണ്ട്. അപ്പോൾ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു ഈ ആഴ്ച ആദ്യമാണ് പോയത്, മിലിറ്ററി ടു മിലിറ്ററി സഹകരണത്തിന് വേണ്ടിയാണ് പോയത്. അത് മറച്ചു വെക്കുന്നില്ല അവർ. വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ പോയിരുന്നു ചൈനയിലേക്ക്. അപ്പോൾ എല്ലാവരും ചെല്ലുന്നുണ്ട്. ഈ സ്റ്റാമർ ജൂലൈയിൽ അധികാരമേറ്റല്ലോ കഴിഞ്ഞ കൊല്ലം. ഇത് ലേബർ മിനിസ്ട്രി ആണല്ലോ. കുറച്ച് ഇടതുപക്ഷം ആണ് ലേബർ മിനിസ്ട്രി, കുറച്ചല്ല ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മാറ്റം വന്നുണ്ട്. ഒരു വിദേശകാര്യ സെക്രട്ടറി അവിടെ പോകുന്നത് 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിരുന്നു ഡേവിഡ് ലാമി പോകുമ്പോൾ. അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം വേണം എന്ന് ബ്രിട്ടനും ചൈനയും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. 2024 ജൂലൈയിൽ സ്റ്റാമർ പ്രധാനമന്ത്രിയായി. ഓഗസ്റ്റിൽ സി ജിൻപിങ്ങിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞിരുന്നു വാണിജ്യം, സമ്പദ്രംഗം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരണം ഉണ്ടാവും. പിന്നെ അവർ തമ്മിൽ കണ്ടു, സ്റ്റാമറും ഷീയും തമ്മിൽ നവംബറിൽ G20 ഉച്ചകോടിക്ക് വന്നപ്പോൾ അവർ രണ്ടുപേരും കണ്ടു. അത് 6 വർഷത്തിലെ ആദ്യത്തെ കാഴ്ചയായിരുന്നു. 2015 തോന്നുന്നു. ഇതിനു മുമ്പ് ഷീ ബ്രിട്ടൻ സന്ദർശിച്ചത്. 9 വർഷത്തോളം കഴിഞ്ഞു അല്ലേ? അതെ. അപ്പോൾ ഈ ഡോഗ്ലസ് അലക്സാണ്ടർ വാണിജ്യമന്ത്രി പോയിരിക്കുന്നത് ഈ ട്രേഡ് പോളിസി, അതുപോലെ എക്കണോമിക് സെക്യൂരിറ്റി, സാമ്പത്തിക സുരക്ഷ, വാണിജ്യ നയം, ഇതൊക്കെ മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട്. മുമ്പ് ചൈനയുമായിട്ട് ബ്രിട്ടൻ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. ഒന്ന് ഹോങ്കോങ് ഉടമ്പടി. ഹോങ്കോങ് ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. അത് ചൈനയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൈന അട്ടിമറിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ബ്രിട്ടന് അഭിപ്രായമുണ്ട്. പിന്നെ യുക്രൈനിൽ റഷ്യയുടെ കൂടെയാണ് ചൈന, ബ്രിട്ടൻ നേരെ തിരിച്ചാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഉണ്ടായിട്ടും ഇപ്പോൾ അപ്പോൾ ഇത് ഉടനെ ഒരു സംശയം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റീൽ എന്ന് പറഞ്ഞ വ്യവസായ സ്ഥാപനം, ബ്രിട്ടീഷ് സ്റ്റീൽ, അത് ചൈനീസ് സ്ഥാപനമായിട്ടുള്ള ജിങ്കിയെ വാങ്ങിച്ചിരുന്നു 2020. അത് പാപ്പരായി തുടങ്ങിയിരുന്നു. അപ്പോൾ ചൈന മേടിച്ചിരുന്നു ബ്രിട്ടീഷ് സ്റ്റീൽ എന്ന് പറഞ്ഞ സ്ഥാപനം, ബ്രിട്ടനിലുള്ളത്. അത് നന്നായിട്ടല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റീലിന് ഇപ്പോൾ 25% തീരുവ വന്നപ്പോൾ
ഈ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നുള്ള അവസ്ഥയിലായി ഈ ബ്രിട്ടീഷ് സ്റ്റീൽ 25% തീരുവയും കൂടി വന്നപ്പോൾ. അപ്പോൾ ഈ ചൈനയുടെ കയ്യിലുള്ള ബ്രിട്ടീഷ് സ്റ്റീൽ ദേശസാൽക്കരിക്കാൻ പോകുന്നുണ്ട് ബ്രിട്ടൻ. ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്ന് ബ്രിട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളാണ്, ഇതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2700 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് സ്റ്റീലിൽ. 1.2 ബില്യൺ പൗണ്ട്സ്, അത്രയും 1.2 ബില്യൺ പൗണ്ട് ചൈന നിക്ഷേപിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് സ്റ്റീലിൽ. അപ്പോൾ ട്രംപിൻ്റെ താരിഫുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഈ കൂടിക്കാഴ്ചകൾക്ക്, യാത്രകൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിങ്ങിയുടെ പ്രതിനിധികളെ ഒന്നും കാണുന്നേ ഇല്ല ഇവരാരും ചെന്നവർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കയറ്റുമതി ഇറക്കുമതി തുടങ്ങിയ കാര്യങ്ങൾ, വാണിജ്യം, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത്. അതായത് അമേരിക്കൻ വിപണി ചൈനയ്ക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ചൈനയ്ക്കും ബ്രിട്ടനും തമ്മിലൊരു കച്ചവടം നടക്കുന്നത് പരസ്പര അല്ലേ, ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കൺസ്യൂമർ എക്സ്പോ ഇപ്പം നടക്കുന്നുണ്ടായിരുന്നു. വാണിജ്യമന്ത്രി അവിടെ പ്രസംഗിക്കുന്നുമുണ്ട് ചൈനയിൽ. പിന്നെ നേരത്തെ ബ്രിട്ടൻ ചൈനയെ സിസ്റ്റമിക് ചാലഞ്ച് എന്നാണ് പറഞ്ഞിരുന്നത്. മൊത്തത്തിൽ അത് അതിൻ്റെ സിസ്റ്റം തന്നെ ശരിയല്ല. ചൈന എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെയുള്ള ഒരു രാജ്യമാണത് എന്നാണ് കരുതിയിരുന്നത്. ഈ റഡാക്കിൻ സേനാ മേധാവിയെ ചൈനയുടെ കേന്ദ്ര മിലിറ്ററി കമ്മീഷൻ മേധാവി ജനറൽ ലിയു ഷെൻലി കണ്ടിരുന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സേനാ മേധാവി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മിലിറ്ററി കമ്മീഷൻ ഉണ്ടല്ലോ, സഖാവാണല്ലോ അവിടെ പ്രധാനം. അപ്പോൾ അദ്ദേഹത്തിനെ ആണ് കണ്ടിരുന്നത്. ജനറലാണ് അദ്ദേഹം. എന്നാലും മിലിറ്ററി കമ്മീഷൻ എന്നുള്ളത് പാർട്ടി കോൺഗ്രസ് എടുക്കുന്നതാണ് മിലിറ്ററി കമ്മീഷനെ. ഇവിടെ കൺട്രോൾ കമ്മീഷനെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ റഡാക്കിൻ ചൈനയുടെ കേന്ദ്ര മിലിറ്ററി ചീഫിനെയും കണ്ടു. മുമ്പ് ഈ കൺസർവേറ്റീവ് നേതാവ് ഇയാൻ ഡങ്കൻ, മുമ്പ് കൺസർവേറ്റീവ് നേതാവായിരുന്ന ഇയാൻ ഡങ്കൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം സന്ദർശനങ്ങൾ അറിഞ്ഞപ്പോൾ കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം യാഥാസ്ഥിതിക കക്ഷിക്ക് ചൈനയെ കണ്ടുകൂടല്ലോ. അപ്പോൾ ലേബർ സർക്കാർ ചൈനയുടെ അടിമയായതായിട്ട് കൺസർവേറ്റീവുകൾ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോങ്കോങ് ഉടമ്പടി അട്ടിമറിച്ചവരാണ് അവർ. അവരെ കച്ചവടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ സൈനിക കാര്യത്തിൽ വിശ്വസിക്കും എന്നാണ് ചോദിക്കുന്നത്. തായ്വാൻ്റെ പ്രശ്നം അപ്പുറത്ത് കിടപ്പുണ്ട്. തായ്വാൻ പ്രശ്നത്തിൽ ചൈനയുടെ നയം വേറെ, ബ്രിട്ടൻ്റെ നയം വേറെ. അപ്പോൾ റാഡ്കിൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഈ നാഷണൽ ഡിഫൻസ് സ്പീച്ച് അതുമൊക്കെ അവിടെ നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉണ്ടല്ലോ, അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ചാൻസലർ റേച്ചൽ റീവ്സ് ജനുവരിയിൽ അവിടെ പോയിരുന്നു. ചൈനയ്ക്ക് മേൽ 145% അമേരിക്കയുടെ പകരം തീരുവ. ബെയ്ജിങ് 84%. അപ്പോൾ UK ഇപ്പോൾ ബ്രിട്ടൻ യുക്രൈന് 450 മില്യൺ പൗണ്ട് കൂടി കൊടുക്കുന്ന പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. കൂടുതൽ സഹായം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ യുക്രൈൻ നയം വേറെ, ഇപ്പുറത്ത് വേറൊരു നയം വേറെ. അപ്പോൾ യൂറോപ്പ് മൊത്തത്തിൽ വളരെ മാറി ചിന്തിക്കുന്നുണ്ട്. ഇനി അമേരിക്കയെ കൊണ്ട് വലിയ ഗുണം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇത്രയും നാൾ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അമേരിക്ക ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇനി അങ്ങനെ വേണ്ടെന്ന് അവരങ്ങ് തീരുമാനം എടുക്കുകയാണ് അല്ലേ? അതെ, അവർ തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഈ നാറ്റോ രാജ്യങ്ങൾ ഒക്കെ എന്തെങ്കിലും 32 നാറ്റോ രാജ്യങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും എവിടെന്നെങ്കിലും ആക്രമണം ഉണ്ടായാൽ അമേരിക്ക അവരെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞാണല്ലോ കരാർ. പക്ഷേ അവർ ഓരോ രാജ്യവും സ്വയം വലിയ സൈനിക ആകാനായിട്ട് ആയുധങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. പോളണ്ട് വലിയൊരു ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് വരുന്നത് പോളണ്ടാണ്. ഇന്ത്യയിൽ നിന്നും വലിയ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് ഇനി യൂറോപ്യൻ രാജ്യങ്ങളും.
നമ്മൾ ഫ്രാൻസിൽ നിന്നൊക്കെ വാങ്ങിയിരുന്നല്ലോ, ജർമ്മനിയിൽ നിന്നൊക്കെ. തിരിച്ചുള്ള അങ്ങോട്ടുള്ള കയറ്റുമതിയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ഭാഗത്ത് യൂറോപ്പ്, ഇൻഡോ പസഫിക് സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് ഇനി ആശ്രയിക്കുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ചൈനയെ നമുക്ക് എപ്പോഴും സംശയമായിരിക്കും, എന്നാലും കുറച്ചുകൂടി 1% കൂടി വിശ്വസിക്കാം എന്നുള്ളൊരവസ്ഥയിൽ ചിലപ്പോൾ വരാം. കാരണം ഇടയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ മധ്യസ്ഥതയ്ക്കൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ചൈന, അമേരിക്ക ഒരു വഴിക്ക് നീങ്ങുമ്പോൾ മറ്റ് യൂറോപ്പും മാറി ചിന്തിക്കുന്നു, അവരുടെ നയങ്ങൾ മാറുന്നു. ഇതെങ്ങനെ ആണ് അമേരിക്ക കാണാൻ പോകുന്നത്, എങ്ങനെയാണ് ലോകക്രമം എങ്ങനെ മാറാൻ പോകുന്നു, ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ത് എന്നൊക്കെ ഉള്ളത് ഇനി നമ്മൾ നോക്കണം. എന്തായാലും 90 ദിവസത്തെ സമയം ഉണ്ടല്ലോ. അതെ, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.